ചേട്ടാ, നിയമസഭയിൽ പ്രതിപക്ഷം വലിയ ബഹളങ്ങളൊക്കെ കൊണ്ടുവന്ന് അതായത് ഇപ്പോഴത്തെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന സർക്കാരിനെ അടിച്ചിരുത്താമെന്നുള്ള വ്യാമോഹത്തിൽ വന്നതാണ്. ഇപ്പോൾ ഇന്ന് നിയമസഭയിൽ ചർച്ചാ വിഷയം എന്ന് പറയുന്നത് വിലക്കയറ്റമായിരുന്നു. പക്ഷേ വി സതീശൻ ഒറ്റ പ്രസംഗത്തിൽ എല്ലാവരും വാലും ചുരുട്ടി പോകുന്നതാണ് കണ്ടത്. എന്താണ് യഥാർത്ഥത്തിൽ ഇന്ന് നിയമസഭയിൽ സംഭവിച്ചത്? അതെ, നമ്മുടെ ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന ഒരു വിഷയമാണ് ഇന്ധന വില വർധനവും അതുമൂലം ഉണ്ടാകുന്ന വിലക്കയറ്റവും. അതുകൊണ്ട് തന്നെ സംസ്ഥാനത്ത് ഒരു പുതിയ സർക്കാർ വന്നു. നിലവിൽ 10 വർഷം ഭരിച്ചിരുന്നവർ പ്രതിപക്ഷമായി. അപ്പോൾ പ്രതിപക്ഷത്ത് നിന്ന് പുതിയ സർക്കാരിനെ അറ്റാക്ക് ചെയ്യുമ്പോൾ അത് ജനകീയ വിഷയമായാൽ സ്വീകാര്യത ലഭിക്കും എന്നുള്ളത് കൊണ്ട് തന്നെയാണ് എടുക്കാവുന്ന ഏറ്റവും മികച്ച വിഷയം എന്നുള്ള നിലയിൽ വിലക്കയറ്റത്തെ ഉന്നയിക്കാൻ പ്രതിപക്ഷം ശ്രമിച്ചത്. വളരെ കൃത്യമായി ബാലഗോപാൽ അതിന്റെ കണക്കുകൾ സഹിതം നിയമസഭയിൽ അവതരിപ്പിക്കുകയും ചെയ്തു. പക്ഷെ അവിടെയാണ് നമ്മൾ വി സതീശൻ എന്ന് പറയുന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രിയും ധനവകുപ്പ് കൈകാര്യം ചെയ്യുന്ന ആ രാഷ്ട്രീയ നേതാവിന്റെ മികവ് മനസ്സിലാക്കിയത്. കാരണം ഒരു രാഷ്ട്രീയ ആരോപണത്തിലൂടെ കഴിഞ്ഞ പ്രതിപക്ഷത്തിരുന്നപ്പോൾ ഇതുപോലെ ഇന്ധന ചാർജ് വരെ വർധനമുണ്ടായപ്പോൾ അധിക നികുതി വേണ്ടാന്ന് വെക്കണം എന്നടക്കം പ്രതിപക്ഷത്തിരുന്ന് പറഞ്ഞതിനെ ആണ് ചൂടുപിടിച്ചാണ് ഈ സർക്കാരിന് മുന്നിൽ ഈ ആവശ്യം പ്രതിപക്ഷം ഉന്നയിച്ചത്. നിങ്ങൾ പ്രതിപക്ഷത്തിരുന്നപ്പോൾ ഇത് പറഞ്ഞില്ലേ, ഇപ്പൊ വാക്ക് പാലിക്കൂ എന്നുള്ളൊരു ആവേശമാണ് മുന്നോട്ട് വയ്ക്കാൻ ശ്രമിച്ചതും അതിലൂടെ സർക്കാരും മുഖ്യമന്ത്രിയും പ്രതിരോധത്തിലാകുമെന്നാണ് പ്രതിപക്ഷത്ത് നിന്ന് കരുതുന്നത്. കാരണം മുൻ ധനമന്ത്രി KN ബാലഗോപാലാണ് ഈ പ്രതിപക്ഷ അടിയന്തര പ്രമേയ നോട്ടീസ് അവതരിപ്പിച്ചത് പോലും. അപ്പൊ അതിൽ പറയുന്ന കാര്യങ്ങൾക്കെല്ലാം എങ്ങനെയാണ് വി സതീശൻ മറുപടി നൽകിയതെന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം കണക്കുകൾ സഹിതം എവിടെയൊക്കെയാണ് സംസ്ഥാനത്തിന്റെ പ്രതിസന്ധി, എന്തുകൊണ്ടാണ് ഈ അധിക നികുതി വേണ്ടാന്ന് വയ്ക്കാൻ കഴിയാത്ത സാഹചര്യം ഉള്ളത്. കാരണം ഈ വില വർധനവിൽ ഇടപെടേണ്ടത് ആരാണ്? നമ്മുടെ പൊതു ഭക്ഷ്യവകുപ്പിന്റെ കീഴിലുള്ള സിവിൽ സപ്ലൈസ് അടക്കമുള്ള വകുപ്പുകളാണ്. ഇവിടെ തന്നെ കിട്ടാനുള്ള കോടികളുടെ കണക്കാ. അതായത് പിണറായി സർക്കാർ 2890 കോടി. അതെ, അതായത് പിണറായി സർക്കാർ അവസാനം ഭരണത്തിൽ നിന്നൊഴിയുമ്പോൾ ഈ മാർക്കറ്റിൽ കൃത്യമായി ഇടപെടൽ നടത്തി ഇവിടുത്തെ വില വർധനവും പൂഴ്ത്തിവയ്പും തടയാനുള്ള ഒരു സംവിധാനത്തിന് കൊടുക്കാനുള്ള പണത്തിന്റെ അളവാണ് 3000 കോടി. കാരണം അത് അത്രയും സാധാരണക്കാരായ ജനങ്ങൾക്ക് വില വർധനവിന്റെ ഭാരം അടിച്ചേൽപ്പിക്കാതെ നേരിട്ട് പോയി ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ കഴിയുന്ന ഒരു സംവിധാനത്തിനാണ് 3000 കോടി രൂപ ബാക്കി വെച്ചത്. എന്നിട്ടാണ് പറയുന്നത് ഞങ്ങൾ ജനപക്ഷ ആയിരുന്നു എന്ന്. അതിനെയാണ് ഇന്ന് വി സതീശൻ കൃത്യമായ കണക്കുകൾ സഹിതം പറഞ്ഞതും അതിനെ പൊളിച്ചതും. അതുകൊണ്ട് തന്നെ അത് മാത്രമല്ല, പ്രത്യേകിച്ച് സതീശൻ മുഖ്യമന്ത്രിയുടെ പ്രസംഗത്തിൽ എടുത്തു പറഞ്ഞിരുന്നു. കാരണം അന്ന് ഇന്ധന ചാർജ് വർധനവിന്റെ സമയത്ത് ഓട്ടോ ടാക്സി തൊഴിലാളികൾക്കെങ്കിലും ചെറിയൊരു ഇളവ് അനുവദിക്കണം എന്നൊരു ആവശ്യം അത് ആദ്യ പിണറായി സർക്കാരിന്റെ കാലത്ത് മുന്നോട്ട് വെച്ചിരുന്നു. അന്നത്തെ ധനമന്ത്രി പറഞ്ഞ ഒരു മറുപടിയുണ്ട്, ഞങ്ങൾ അങ്ങനെ ഒരു വിഡ്ഢിത്തരം ചെയ്യണമെന്ന്. ആ ഒരു ഡയലോഗാണ്, ആ ഒരു മറുപടിയാണ് ഇന്ന് സതീശൻ വീണ്ടും ആവർത്തിച്ചത്. അതോടെയാണ് പ്രതിപക്ഷത്തിന് നിങ്ങളെ പോലെ മണ്ടന്മാരല്ല എന്ന് പറയുന്ന രീതി. അതെ, അതാണ് ആ ഒരു മറുപടിയാണ്. കാരണം കൃത്യമായ കണക്കുകൾ ഈ പറയുന്ന വില വർധനവിന് ഇടപെടേണ്ട ഏജൻസിയെ നിങ്ങൾ എങ്ങനെയാണ് ഉപയോഗമില്ലാതെ മൂലക്കിരുത്തുന്ന ഒരു സംവിധാനമായി മാറ്റിയത്? അവർക്ക് എന്തുകൊണ്ടാണ് ഈ കോടികൾ കൊടുക്കാത്തത്? അതിന്റെ കാരണം നിങ്ങൾ ബോധിപ്പിക്കണ്ടേ? ഇപ്പോഴത്തെ ഈ പ്രശ്നത്തിന് കാരണം ഈ കഴിഞ്ഞ സർക്കാരിന്റെ കെടുകാര്യസ്ഥയാണ്, അല്ലെങ്കിൽ ഒരു മാസം പോലും തികയാത്ത ഈ സർക്കാർ അല്ല എന്നാണ് സതീശൻ പറഞ്ഞു വെച്ചത്. അതേപോലെ തന്നെ അദ്ദേഹം പറയുന്ന ചില കാര്യങ്ങളുണ്ട്. കരിഞ്ചന്തയിൽ ഇന്ന് ഗ്യാസ് സിലിണ്ടർ തൊട്ട് പെട്രോൾ വരെ കിട്ടുന്നത് കരിഞ്ചന്തയിലാണ്. ഈ വില കൂടുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം കരിഞ്ചന്തയാണ്. കഴിഞ്ഞ സർക്കാരുകൾ നിയന്ത്രിക്കാതെ പോയത്. ഇന്ന് അദ്ദേഹം കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഡീസലിന്റെ വില കൂട്ടിയ സമയത്ത് കൺസപ്ഷൻ കുറയുകയാണ് ചെയ്തത്. 2 ലക്ഷം കോടിക്ക് മുകളിലുള്ള ലിറ്റർ കൺസപ്ഷൻ കുറഞ്ഞു എന്നത് വലിയൊരു വിഷയമാണ്. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അതേപോലെ തന്നെ ഈ പെട്രോളുകൾ കരിഞ്ചന്തയിലൂടെയാണ് പൊക്കോണ്ടിരിക്കുന്നത്. ഇന്നും അതിന് ടാക്സ് അടയ്ക്കാതെ പല പെട്രോൾ പമ്പുകളും ഇത്തരത്തിൽ വെളിയിൽ നിന്നും പെട്രോൾ കൊണ്ടുവരുന്നു എടുക്കുന്നു. പക്ഷെ അതിന് ടാക്സ് ഇല്ല. അങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അപ്പൊ കരിഞ്ചന്തയിലേക്ക് ഡയറക്റ്റ് ഇടപെടാനാണ് ഈ സർക്കാർ പോകാൻ പോകുന്നത്. അതെങ്ങനെയായിരിക്കും വരാൻ പോകുന്ന സർക്കാരിനെ എഫക്ട് ചെയ്യുന്നത്? അല്ല, സ്വാഭാവികമായിട്ടും എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ സർക്കാർ എവിടെ നിർത്തിയിരുന്നു, അതായത് കഴിഞ്ഞ സർക്കാരിന്റെ പാളിച്ചകൾ എവിടെയൊക്കെ ആയിരുന്നു. കാരണം ആദ്യം തന്നെ പറയുന്നുണ്ട്, നമ്മുടെ GST വി സതീശൻ പ്രതിപക്ഷ നേതാവായിരുന്നപ്പോഴും പറയുന്നുണ്ട്, നമ്മുടെ നികുതി പിരിവ് വളരെ മോശം അവസ്ഥയിലാണ്, കൃത്യമായ നികുതി പിരിച്ചെടുക്കുന്നില്ല, വ്യാപകമായ GST തട്ടിപ്പ് നടക്കുന്നുണ്ട്. ഇതെല്ലാം കൃത്യമായി പറഞ്ഞുകൊണ്ടിരുന്ന ഒരാളാണ് സതീശൻ. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുറച്ചു നാൾ പിന്നിലൂടെ ഉള്ള ഒരു കാര്യം കൂടെ നോക്കണം. കേരളത്തിൽ നമ്മൾ ഇന്ന് അറിയപ്പെടുന്ന ഒരു സാമ്പത്തിക വിദഗ്ധനാണ് TN തോമസ് ഐസക്. ഈ TN തോമസ് ഐസക്കിനെ വെറുമൊരു MLA ആയിരുന്ന സമയത്ത് ലോട്ടറി വിഷയത്തിൽ ഒരു സംവാദം നടത്തി എങ്ങനെയാണ് സതീശൻ പൊളിച്ചതെന്ന് നമ്മൾ എല്ലാവരും കണ്ടതാണ്. അത് കഴിഞ്ഞ് ഇത്രയും വർഷം കൂടി കഴിഞ്ഞിരിക്കുകയാണ്. അപ്പൊ അത്രയും സീസൺഡ് പൊളിറ്റീഷ്യനും ഏറ്റവും എഫക്റ്റീവായ ഒരു സാമ്പത്തിക ശാസ്ത്രജ്ഞനുമാണ് ഒരു സാമ്പത്തികമായി കൃത്യമായ നിലപാടുള്ള
കൃത്യമായ കാഴ്ചപ്പാടുള്ള ഒരാളാണ്. അതുകൊണ്ടാണ് ധനമന്ത്രിയായിട്ട് വന്നതും. അതെ, അതുകൊണ്ടാണ് ആഭ്യന്തരം പോലും ഒഴിവാക്കിയപ്പോഴും എനിക്ക് ധനവകുപ്പ് വേണമെന്ന് സതീശൻ ചോദിച്ചു വാങ്ങിയതും. അതുകൊണ്ട് തന്നെ കൃത്യമായ പ്ലാനാണ്. കഴിഞ്ഞ ബഡ്ജറ്റ് ഡിസ്കഷനിലെല്ലാം പ്രതിപക്ഷ നേതാവ് മുന്നോട്ട് വെച്ച അതാണ്, നമ്മുടെ നികുതി വരുമാനം വർദ്ധിപ്പിക്കാതെ നമ്മൾ എങ്ങനെ മുന്നോട്ട് പോകുന്നുള്ള ഒരു ആശയമാണ് ആ ചർച്ചകളിലെല്ലാം സതീശൻ മുന്നോട്ട് വെച്ചത്. നമ്മളിപ്പോൾ കടമെടുക്കുന്നു, ഓരോ മാസവും കുറഞ്ഞ വരുമാനത്തിന്റെ കണക്ക് പറഞ്ഞു, ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കാനെല്ലാം പറഞ്ഞ് നമ്മൾ കടമെടുക്കുന്നുണ്ട്. പക്ഷെ നമുക്ക് കിട്ടാവുന്ന നികുതി പിരിവ് കൃത്യമല്ല. അത് പലപ്പോഴും പല വമ്പന്മാർക്ക് വേണ്ടിയുള്ള അഡ്ജസ്റ്റ്മെന്റ്സും അതുമൊക്കെ കൊണ്ടാണ് നമ്മുടെ പകുതിയിലധികം നികുതി വരുമാനവും കുറയുന്നത്. അല്ല സാധാരണക്കാരൻ്റെ നിന്ന് ഒരു വസ്തുവിന്റെ കരം പിരിക്കുന്നതോ അതിലല്ല ഞാൻ പ്രതിപക്ഷ നേതാവ് വരുന്നപ്പോഴും സതീശൻ എതിർപ്പ് ഉന്നയിച്ചത്. വലിയ GST തട്ടിപ്പ് നടക്കുന്നു, GST പിരിവ് കൃത്യമായി നടക്കുന്നില്ല. അതിന്റെ കൃത്യമായി സംസ്ഥാനത്തിന് ലഭിക്കേണ്ട പങ്ക് സംസ്ഥാനം കേന്ദ്ര സർക്കാരിൽ നിന്ന് വാങ്ങുന്നില്ല. ഇത്തരം ധനശാസ്ത്രപരമായ കാര്യങ്ങൾ അന്നും പ്രതിപക്ഷ നേതാവ് വരുന്നപ്പോഴും സതീശൻ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അപ്പൊ ഇപ്പൊ പന്ത് സ്വന്തം കോർട്ടിലാണുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ നികുതി വരുമാനം വർദ്ധിപ്പിക്കാനുള്ള മാജിക്കുകൾ എന്തായാലും 5-ാം തീയതി അവതരിപ്പിക്കുന്ന ബഡ്ജറ്റിൽ ഉണ്ടാവും. പ്രതിപക്ഷം ഇതെല്ലാം കൊണ്ട് ഇങ്ങനെ കത്തി കയറി വന്നപ്പം അദ്ദേഹം കറക്റ്റ് ഒരു സിനിമാറ്റിക് മോഡ് ഡയലോഗ് ഉണ്ട്, ധവളപത്രം വരുന്നുണ്ട്, നീയൊക്കെ നോക്കിയിരുന്നു, നിനക്ക് അപ്പം ഞാൻ മറുപടി തന്നോളാം എന്ന് പറയുന്നൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. അതായത് നമ്മളിപ്പോ ഈ സർക്കാർ ഇറങ്ങിപ്പോകുന്ന സമയത്ത് നിയുക്ത മുഖ്യമന്ത്രി AK ആന്റണിയെ കണ്ട സമയത്ത് AK ആന്റണി ഒരു ഉപദേശം കൊടുത്തു. ജനപ്രിയ പ്രഖ്യാപനങ്ങളിൽ സാമ്പത്തിക സ്ഥിതി നോക്കിയിട്ട് എന്നാൽ നിലപാടെടുക്കണം, അല്ലെങ്കിൽ നടപടി സ്വീകരിക്കണമെന്ന്. അന്ന് മുൻ ധനമന്ത്രി എന്ന KN ബാലഗോപാൽ പറഞ്ഞത് 5800 കോടി രൂപ ഖജനാവിലുണ്ടെന്നും അതിന്റെ ഒരു RTI പ്രകാരം വന്ന വിവരാവകാശ രേഖ അടക്കം പുറത്തുവിട്ട് CPM സൈബർ ഹാൻഡിലുകളെല്ലാം ആഘോഷിച്ചതാണ്. അപ്പോഴാണ് ഇന്ന് സഭയിൽ പറഞ്ഞ കണക്കനുസരിച്ച് 5835 കോടി രൂപ ഖജനാവിൽ ബാക്കി ഉണ്ടായിരുന്നെങ്കിൽ ഈ പൂഴ്ത്തിവയ്പും കരിഞ്ചന്തയും അതുപോലെ തന്നെ വിലക്കയറ്റവും തടയാനുള്ള സിവിൽ സപ്ലൈസിന് എന്തുകൊണ്ട് കഴിഞ്ഞ സർക്കാർ പണം കൊടുത്തിട്ടില്ല? അങ്ങനെ നിരവധി ചോദ്യങ്ങളുണ്ട്. അതുകൊണ്ടാണ് ഈ ധവളപത്രം ഇറക്കുമ്പോൾ നിങ്ങൾക്ക് ഞാൻ മറുപടി തരാമെന്ന് പറയുന്നത്. അതിന്റെ ഒരു ട്രെയിലറാണ് ഈ സിവിൽ സപ്ലൈസിന്റെ കണക്കെന്ന് മുഖ്യമന്ത്രി പറഞ്ഞത്. മുഖ്യമന്ത്രി തന്നെ പറഞ്ഞിട്ടുണ്ട് ഇതിൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്, അതെല്ലാം ധവളപത്രം തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നു, അതുകൊണ്ട് ഇതിപ്പോ റിവീൽ ചെയ്യുന്നില്ല, അത് വരുന്നുണ്ട്, അത് നിങ്ങൾ കാത്തിരുന്നോ, സ്വന്തം കഴുത്തിലാണ് കത്തി വെക്കുന്നത് എന്ന് തന്നെയാണ് അവര് പറഞ്ഞത്. ഇന്ന് VD സതീശൻ പറഞ്ഞത്. എന്താണെങ്കിലും ബാലഗോപാൽ കത്തിക്കേറി വന്ന് ഇത്രയും വലിയ അടിയന്തര പ്രമേയമൊക്കെ ചർച്ച ചെയ്യാൻ വന്നെങ്കിലും അടിയന്തര പ്രമേയമൊന്നും ഇല്ലാതെ പോയി. പക്ഷെ നാളുകളിൽ CPM-നെ കുരുക്കാൻ പോകുന്നത് ഈ ധവളപത്രമായിരിക്കില്ലേ? അത് കൃത്യമായിട്ട് അറിയാം. കാരണം എന്ന് പറഞ്ഞാൽ പിണറായി വിജയൻ എന്ന് പറഞ്ഞ സീസൺഡ് പൊളിറ്റീഷ്യൻ അത് കൃത്യമായി മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ടാണ് പിണറായി വിജയൻ പറഞ്ഞത് ധവളപത്രം എന്ന് പറയുന്ന ഉമ്മാക്കി കാണിച്ച് പേടിപ്പിക്കണ്ട, ഞങ്ങളൊക്കെ അന്ന് ചർച്ചയിൽ പറഞ്ഞോളാം മറുപടി എന്ന്. കാരണം എന്ന് പറഞ്ഞാൽ അയാളൊരു രാഷ്ട്രീയക്കാരനാണ്, ഇത്രയും വർഷത്തെ പ്രവർത്തന പരിചയമുള്ള രാഷ്ട്രീയ നേതാവാണ്. അയാൾക്കറിയാം ഇതിന്റെ അപകടം എവിടെയാണ് പറഞ്ഞത്. എന്നിട്ട് ഇറങ്ങി പോവുകയും ചെയ്തു. എന്നിട്ട് സ്വാഭാവികമായി വാക്കൗട്ട് നടത്തുന്നു. കാരണം വിലക്കയറ്റം എന്ന് ഉന്നയിച്ചപ്പോൾ സപ്ലൈകോയ്ക്ക് കൊടുക്കാനുള്ള 3000 കോടിയുടെ കണക്ക് പറഞ്ഞു. അപ്പൊ ഇനി വരും ദിവസങ്ങളിൽ സർക്കാരിനെ പ്രതിസന്ധിയിലാക്കുമ്പോൾ എങ്ങനെയാണ് മുൻ സർക്കാരിന്റെ വീഴ്ചകളും സാമ്പത്തിക ക്രമക്കേടുകൾ, ധൂർത്ത്, കിഫ്ബി എന്ന വെള്ളാന, ഇതിന്റെ എല്ലാം ഒരുപാട് കണക്കുകൾ പുറത്തു വരാനുണ്ട്. അതെല്ലാം ധവളപത്രത്തിൽ ഉണ്ടാവുമ്പോൾ സ്വാഭാവികമായും CPM-നെയും പിണറായി വിജയനെയും ഇത് ഭയപ്പെടുത്തും എന്നുള്ളത് ഉറപ്പല്ലേ? അതിന്റെ പ്രതിഫലനമാണ് ഇന്ന് കണ്ടത്.